ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്പ് സഫാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എറണാകുളം ഒരു സീരീസ് ആയിട്ട് തുടങ്ങിയിരുന്നു. ഹിസ്റ്റോറിക്കൽ കൊച്ചി എന്ന് പറയുന്ന പുതിയൊരു സീരീസാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈപ്പിനിൽ ഈ ജങ്കാർ ചെട്ടിയിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് റോറോ സർവീസ് വഴി കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും മറ്റുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ വൈപ്പിൻ ഫെറിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ റോറോ സർവീസിലേക്ക് കയറുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വരാം. ഇത് ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇന്നിപ്പോൾ ഇട ദിവസം ആയതുകൊണ്ട്. ഒരു ബൈക്ക് ഓക്കെ, ബൈക്കിന് 10 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അതുപോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രാവിലെ 6 മണിക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 9:45, അതായത് രാത്രി 9:45 വരെയാണ് ഇവിടെ സർവീസ് ഉള്ളത്. അതിപ്പോൾ നമുക്ക് റോറോ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് 2 റോറോ ഉണ്ട് കേട്ടോ, 2 റോറോ സർവീസാണ് ഉള്ളത്. അപ്പോൾ ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. നമുക്കെന്തായാലും മുമ്പിലേക്ക് കയറിയിരിക്കുക. കാണുന്ന ഒരു ഗ്രില്ലിൻ്റെ ഇപ്പുറത്താണ് 2 വീലേഴ്സൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നിരന്ന് കിടക്കുന്ന കാറുകളെല്ലാം റോറോയിലേക്ക് കയറാനായിട്ട് കിടക്കുന്നതാണ്. ഇതാണ് കൊച്ചിയിലെ റോറോ സർവീസ്. കൊച്ചി, അതായത് ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ സർവീസ്. അങ്ങനെ റോറോയിലേക്ക് കയറുകയാണ് നമ്മൾ. ഇപ്പോൾ ആദ്യം കാറുകളാണ് കടത്തി വിടുന്നത്. വേണ്ട, കാറുകളിലെല്ലാം ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് നേരെ കയറ്റി വിടുകയാണ്. കാറുകൾ ഒരു വിധം ആയിക്കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും 2 വീലേഴ്സ് കയറ്റി വിടുന്നത്. ഓക്കെ, കാറുകൾ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ ഇവർക്ക് ഇനി അടുത്ത ട്രിപ്പിലേ പോകാൻ പറ്റുള്ളൂ ഈ കിടക്കുന്ന കാറിനൊക്കെ. ഇപ്പോൾ 2 വീലറുകൾ കടത്തി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി നിൽക്കുന്നില്ല. അങ്ങനെ കയറി നിന്നാൽ നമുക്ക് കാഴ്ചകൾ അധികം കിട്ടില്ല. എന്തായാലും ഇവിടെ നിൽക്കാം നമുക്ക്. ഇത് കണ്ട അപ്പുറത്തെ സൈഡ് എറണാകുളം ഏരിയ ആണ് ആ കാണുന്നത്. ഇവിടെ എല്ലാവരെയും കയറ്റി മുമ്പോട്ട് നിർത്തുകയാണ്. നമ്മളിപ്പോൾ മാക്സിമം കയറി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കയറാൻ സ്ഥലമില്ല. ഇവിടെ സൈഡിൽ മുഴുവനും സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. 2017 കൊച്ചിൻ ഷിപ്പ്യാർഡാണ് കേട്ടോ ഇത്. കൊച്ചിൻ കോർപ്പറേഷന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്.
അത് അവിടെ മുകളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഓക്കെ, നമ്മുടെ റോറോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നമുക്ക് കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. അതിൻ്റെ പുറകിൽ കണ്ടില്ല, എറണാകുളത്തെ ബിൽഡിങ്ങുകളുടെ ആ ഒരു നിരയെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, കടലിലേക്ക് കയറി കിടക്കുന്ന ഒരു കായലിൻ്റെ ഏരിയ ആണിത്. അതായത് വൈപ്പിനിൽ നിന്ന് ഫോർട്ട്കൊച്ചിയിലേക്ക് ശരിക്കും കടലിൻ്റെ നടുക്ക് കൂടി മുറിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണിത്. തിര കൂടുന്നതനുസരിച്ചാണ് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇപ്പം തന്നെ ചെറുതായിട്ടിത് ആടുന്നുണ്ട്. അത് തിര കൂടുന്നതനുസരിച്ചിട്ടാണ് ആ ഒരു ആട്ടം കൂടുന്നത്. അപ്പോൾ ശരിക്കും ഇത് സ്പീഡ് കുറക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ആടും. ഇപ്പുറത്ത് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അറബിക്കടലാണ് കാണുന്നത്. ഒരു ഷിപ്പ് കടന്നു പോകുന്നുണ്ട്. വേണ്ട, ഈ സൈഡിൽ അറബിക്കടലും ഈ സൈഡിൽ വേമ്പനാട് കായലും. വേണ്ട, ഇതിപ്പോൾ നന്നായിട്ട് ആടുന്നുണ്ട് കേട്ടോ ഇത്. ഏതാണ്ട് 12 കിലോമീറ്ററോളം റോഡിലൂടെ കറങ്ങി പോകേണ്ടതാണ് നമ്മൾ ഈ ഒരു റോറോ സർവീസിലൂടെ 1 കിലോമീറ്ററിൽ ഇങ്ങോട്ട് എത്തുന്നത്. ഇവിടെ അതുപോലെ തന്നെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇതാണ് എറണാകുളത്തു നിന്ന് വരുന്ന ബസ് സർവീസ്. ആലുവ ഫോർട്ട്കൊച്ചി ബസ്സാണ് പോയത്. ഇവിടെ ഇനി അങ്ങോട്ട് ഫോർട്ട്കൊച്ചിയുടെ ഒരു കാഴ്ചകളാണ് കാണുന്നത് തുടങ്ങുന്നത് നമ്മൾ. നമ്മളിപ്പോൾ പാർക്കിൻ്റെ മറ്റൊരു വശത്തെത്തി. ഇവിടെ ഈ ഒരു പാർക്കിൻ്റെ ഇപ്പുറത്തായിട്ട് കാണുന്നതാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇത് നമ്മൾ ഒരുപാട് സിനിമകളിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഹോട്ടൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നത് പതിവാണ്. അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ സൈഡിലെത്തി. ഇതാണ് ഫോർട്ട്കൊച്ചി ബീച്ചിൻ്റെ ഒരു ഏരിയ. ഇവിടെ ഇങ്ങനെ വാക്ക് വേ പോലെ കുറേ ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഈ സൈഡ് മുഴുവനും കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ്.
സൺസെറ്റ് ടൈമായിട്ടുണ്ട്. അത് കാരണം നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരക്ക്. അത്യാവശ്യം ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. സൺസെറ്റ് കാണാനായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണതെല്ലാം. അപ്പോൾ ഇവിടെ ഈ ടൈലിട്ട ഈ ഭാഗം മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് കുറേയൊക്കെ. ആ ഏരിയ മുഴുവനും തകർന്ന് കിടക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഏരിയ. ബീച്ച് സൈഡ് മുഴുവനും നശിഞ്ഞ് കിടക്കുകയുണ്ട്. ഇതൊക്കെ പായലൊക്കെ അടിഞ്ഞുകൂടി ആകെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് കിടക്കുന്നത്. എന്നാലും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണ്. ആ കടലും ആ സ്കൈയും എല്ലാം ചേരുന്ന ആ ഒരു ഭാഗം അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്തായാലും. ഇത് നേരെ വേമ്പനാട് കായലിലേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചീനവലകളുടെ ഒരു വലിയ നിര തന്നെ കാണാം. കണ്ടില്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടെ തിരയടിക്കുന്ന സൗണ്ട് കേട്ടോ. ഇവിടെ ചെറിയ തിരയേ ഉള്ളൂ ഇപ്പോൾ. ഇവിടെ അത്ര ശക്തിയായിട്ടുള്ള വലിയ തിരയൊന്നുമില്ല. പക്ഷെ ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഇവിടെ പായലടിഞ്ഞു കൂടിയിട്ട് ആകെ മോശമായിട്ട് കിടക്കുകയാണ്. എന്നാലും ഇതേ കുറേ ആളുകളൊക്കെ അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ മണ്ണ് മാത്രമുള്ള ഭാഗത്ത്. അപ്പോൾ എന്തായാലും ചീനവലയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തരുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.